ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? കുറേ ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതണം കേട്ടോ. പക്ഷെ അങ്ങനെ പറ്റിയിട്ടില്ല ഫുള്ളായിട്ട് എടുക്കാൻ. അപ്പോൾ ഇന്ന് എന്തായാലും പരമാവധി എന്നെക്കൊണ്ട് പറ്റണ വരെ ഞാൻ ഈ വീഡിയോ എടുക്കുമെന്ന് കരുതിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഉണ്ണി എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പോൾ അവളായിട്ട് ഞാൻ ഒന്ന് ഉമ്മാർത്തേക്ക് വന്ന് അപ്പോഴേക്കും പാല് വന്നിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ എടുത്തിട്ട് അവൾ അകത്ത് കൊണ്ടുവച്ച്. പിന്നെ വീട്ടിൽ നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് പടർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏട്ടൻ വന്നിട്ട് അത് നെറ്റൊക്കെ കെട്ടി നോക്കുമ്പോൾ നിറയെ പടർന്ന് നല്ലോണം ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് ഏട്ടന് അയച്ചു കൊടുക്കാമെന്ന് കരുതി ഞാനതൊക്കെ എടുത്ത് പിന്നെ മുക്കുറ്റി പറിക്കാൻ വേണ്ടി പോയി. ഇവിടെ അധികം ഇങ്ങനെ മുക്കുറ്റിയൊന്നും ഇല്ല. പക്ഷേ അടുത്തുള്ള വീട്ടിലൊരു 2, 4 എണ്ണം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പോയി പറിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും മുക്കുറ്റി കുറിയൊക്കെ തൊടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് കയ്യിലാക്കി ഇങ്ങനെ ഓരോരുത്തരുടെ. അപ്പോൾ കനിമോൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം എനിക്കിത് ഇടാൻ പാടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം. അപ്പോൾ ഇന്ന് മുതൽ ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഉണ്ണി ഇന്നാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആദ്യത്തെ കർക്കിടകക്കുറിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. കർക്കിടകം 10ഓ 15ഓ ഒക്കെ ആയിക്കണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഇന്നാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ കുറച്ച് ചന്ദനം ഇട്ട് പിന്നെ ആ ഒരു കുറിയൊക്കെ തൊട്ട് അപ്പോൾ തന്നെ ഒരു ഐശ്വര്യം തോന്നി എനിക്ക്. കാരണം കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ നല്ലൊരു മൂഡായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയി. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പുട്ടാണ് കേട്ടോ. ഞങ്ങളുടെ അരി പൊടിപ്പിച്ച് പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പാക്കറ്റ് പുട്ടുപൊടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2 ഗ്ലാസ് പൊടി, പരസ്യത്തിലൊക്കെ കാണാം 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനതുപോലെ ചെയ്തിട്ടുണ്ട്. അതെത്ര നനച്ച് വെച്ചാലും കുറേ കഴിഞ്ഞ് പിന്നെയും ഡ്രൈ ആവുന്ന ഒരു പുട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുട്ട്. ഞങ്ങളവിടെ എന്നും ആ കുറ്റിയിൽ നിറച്ചിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് മറ്റേ ചിരട്ടപ്പുട്ട് പോലത്തെ സാധനം ഉണ്ടാക്കുന്നത്. മിനിയാന്ന് ഇതുപോലെ റാക്ക് വൃത്തിയാക്കുന്ന സമയത്താണ് ഇത് കിട്ടിയത്. കുറേ ദിവസമായി കാണാണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മ ഞാനെന്തോ വൃത്തിയാക്കുന്ന സമയത്താണ് ഇത് റാക്കിടെ മുകളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതായിട്ട് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മയോട് ചോദിച്ചിട്ട് ഞാനതിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ആവി കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ചൂടാക്കണം. കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ റീമേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ പുട്ടും ചിക്കൻ കറിയൊക്കെ ആയി. അപ്പോൾ അമ്മയും അച്ഛനും ഞങ്ങളൊക്കെ ചായ കുടിക്കാതിരിക്കണം. അപ്പോൾ അവരിരുന്ന് അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ എടുത്ത് അവരറിഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരുന്ന് നന്നായി ഭക്ഷണം കഴിച്ച് നല്ല രസമാണ്. ഈ പുട്ടും ചിക്കൻ കറിയും ഭയങ്കര കോമ്പിനേഷനാണ്. ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓരോ പണികൾക്ക് നിന്ന് ഉണ്ണിക്കുള്ള പാല് തിളപ്പിക്കാനും അതുപോലെ ഉണ്ണിക്ക് പഴം ഒക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. ഉണ്ണിയുടെ ഫീഡിങ് നിർത്തിയോണ്ട് ഞാൻ ഈ ഒരു പാലാണ് എപ്പോഴും കൊടുക്കാറ്. ഇപ്പം ഇടയ്ക്ക് കുടിക്കും, ചിലപ്പോൾ കുടിക്കില്ല, അങ്ങനെയാണ്. അപ്പോൾ രണ്ടും ഗ്യാസ് വെച്ചിട്ടുണ്ട്. അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും അമ്മാന്ന് വിളി അവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്താ ലച്ചുവിൻ്റെ കയ്യിലായി എന്നൊക്കെ ചോദിച്ചിട്ട്. രാവിലെ എഴുന്നേറ്റൻ്റെ ഒരു ക്ഷീണം പിന്നെ അതുപോലെ ഒരു കൊഞ്ചലൊക്കെയാണ് അത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടിച്ച് വരാൻ നിന്നു. ആദ്യം ഉമ്മറൊക്കെ നന്നായിട്ട് അടിച്ച് വാരിയിട്ടിട്ടുണ്ട്. ഈ മഴ പെയ്യുന്നതുകൊണ്ട് നന്നായി ഈ വെള്ളം മണ്ണൊക്കെ വേഗം വേഗം ഉമ്മറത്തേക്ക് തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിധമൊക്കെ അവിടെ ഒന്ന് വൃത്തിയാക്കി പിന്നെ റൂം ഒരു വിധമാക്കി ഇട്ടിട്ടുണ്ട് ആൾ. രാവിലെ എഴുന്നേറ്റ് പാട് തന്നെ ഓരോന്നൊക്കെ വലിച്ചിട്ടിട്ട് നിറയെ അലങ്കോലാക്കിയിട്ടിരിക്കുന്ന റൂം. അപ്പോൾ അത് ഓരോന്ന് ഒതുക്കുമ്പോൾ ഓരോ സൈഡിൽ നിന്ന് ആളവിടെ നിന്ന് വലിച്ചിട്ടുകൊണ്ടിരിക്കും. അലമാരത്തൊക്കെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ബാഗുകളും എല്ലാതും എടുത്ത് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് നല്ല വൃത്തിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ച് വാരുന്ന ചൂലിൻ്റെ ഇറക്കിലെടുത്തിട്ട് ആളും അവിടെ അടിച്ച് വാരുന്നുണ്ട്. അപ്പോൾ അതിന് നല്ല ചീത്തയൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും എന്നെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ട് ആളവിടെ ഒക്കെ അടിച്ച് വരും. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ മറ്റാൾ അതിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കര കളിയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുമല്ലോ എന്ന് കരുതി ഞാനും അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിലേക്കും പോയി അവിടെ എൻ്റെ കൂടെ വന്നിട്ട് അവിടെ ഓരോന്ന് വലിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. ആ ജനലുമ്മ കാണുന്നത് റൂമിൽ കാണുന്ന ഒന്നും വിചാരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതായിരിക്കും അവസ്ഥ. ഈ ഒരു മഴക്കാലമല്ലേ, അപ്പോൾ എവിടെയാണ് സ്ഥലം അവിടെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉണക്കും. ആ ഒരു സംഭവമാണ് ഇപ്പോൾ അവിടെ കണ്ടത്. അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിവിടെ ഉപ്പേരി വയ്ക്കാൻ നിന്നു. ഉപ്പേരിക്കുന്ന കായും അതുപോലെ ക്യാരറ്റാണ് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ഉപ്പേരിയാണ് ഈ കായുപ്പേരി. അപ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി മിക്സ് ചെയ്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി എന്തോ അമ്മച്ചിയോട് പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് കനിയുടെ കൂട്ടുകാരൻ വന്നിട്ടാ, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് നസിലു. അപ്പോൾ അവൻ വന്നിട്ട് ഭയങ്കര കളിയാണ് കനീനിട്ട്. അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. പിന്നെ ഞാൻ ആളെ
കുളിപ്പിച്ച് കൊടുത്തു. കുളിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾക്ക് അതിൻ്റെ ഈ ബോഡി ക്രീമൊക്കെ വേണം. അപ്പോൾ അതൊക്കെ സ്വയം തേച്ച് അങ്ങനെ കണ്ണിലൊക്കെ ആയി തോന്നുന്നു. അപ്പോൾ ചെറുതായിട്ട് നീറൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് നല്ല കുട്ടിയാക്കി ഞാൻ. പിന്നെ അവിടെ നിർത്തി നോക്കുമ്പോൾ എൻ്റെ പിന്നാലെ നിന്ന് മാറുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പാട്ടൊക്കെ പാടി. അപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നത് എന്താ അറിയും, ഞങ്ങളുടെ ബെഡ്ഷീറ്റ് ആകെ മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റ് ബെഡ്ഷീറ്റ് ഒരു വേറെ കളറൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് കളർ മുക്കിയതാണ്, കളർ വാങ്ങിയിട്ട്. പക്ഷെ മണ്ടത്തരമായി പോയി, കൈമലൊക്കെ ആകെ കളറായി. അപ്പോൾ അതാണ് കരി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അമ്മയെ കയ്യിലെന്ന് വെച്ചിട്ട്. അത് തീരെ പോണില്ല എന്ത് ചെയ്തിട്ടും. പുറത്ത് നോക്കുമ്പോൾ ഗംഭീര മഴ. അപ്പോഴേക്കും അമ്മ ഇവിടെ മീൻകറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെമ്പല്ലി, മറ്റേ കടൽ ചെമ്പല്ലി എന്നൊക്കെ പറയും, അങ്ങനത്തെ മീനാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഉപ്പേരിയും ചോറും കറിയൊക്കെ ആയി. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയി. ഞങ്ങളെ പാടത്തേക്ക് ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇട്ടാം. അപ്പോൾ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ചേച്ചീനെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പാടത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്ത്. നമ്മൾ തിരിച്ച് വന്ന് നോക്കുമ്പോൾ മറ്റാൾക്ക് ഭയങ്കര വിശപ്പ്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഗംഭീര മഴയായിരുന്നു. അങ്ങനെ പിന്നെ സന്ധ്യയായി, വിളക്കൊക്കെ വെച്ച് ആ സമയത്താണ് ഉണ്ണി ഉറങ്ങിയത് കേട്ടോ. ഒരു 6:30 ഒരു 7 പിന്നീട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അവൾ എഴുന്നേറ്റ് പിന്നെ അതിൻ്റെ വാശിയും കാര്യങ്ങളൊക്കെ ഇത് ഈ വരയ്ക്കുന്നത് ഒരു 11-12 മണിയാണ് സമയം.